Hi friends, welcome to Recipes Recooked. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പനീർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റിയ ബിരിയാണിയാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ ഇഷ്ടാവും. തീർച്ചയായിട്ടും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്ക് പനീർ ബിരിയാണി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം. അതിനു വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ പനീർ ബിരിയാണി തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ 2 കപ്പ് ബസ്മതി റൈസാണ് എടുക്കുന്നത്. ഞാനിവിടെ ഇന്ത്യ ഗേറ്റിൻ്റെ ബസ്മതി റൈസാണ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും വെജിറ്റബിൾ ബിരിയാണി അല്ലെങ്കിൽ ഇതുപോലെ പനീർ ബിരിയാണിയൊക്കെ ചെയ്യുമ്പോൾ ബസ്മതി റൈസാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ വേണ്ടത് ഒരു 250 ഗ്രാംസ് പനീറാണ്. പനീർ ഇതുപോലെ ചെറിയ ക്യൂബ്സ് ആയിട്ടാണ് മുറിച്ചെടുത്തിരിക്കുന്നത്. പിന്നെ വേണ്ടത് സവോളയാണ്. ഞാനിവിടെ 3 മീഡിയം സൈസ് സവോള എടുത്തിട്ടുണ്ട്. അതിൽ 2 എണ്ണം നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണിത്. പിന്നെ ഒരെണ്ണം ഇതുപോലെ നല്ല ഫൈനായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വലിയ കഷ്ണം, ഏകദേശം ഒരു 2 ഇഞ്ച് വലിപ്പം വരുന്ന ഒരു വലിയ കഷ്ണം ഇഞ്ചി വേണം. 15 അല്ലി വെളുത്തുള്ളി, 5 പച്ചമുളക്. പച്ചമുളകിൻ്റെയൊക്കെ അളവിൽ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്തണം. പിന്നെ 2 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല വേണം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി വേണം. പിന്നെ ഒരു 1/2 കപ്പ് അധികം പുളിയില്ലാത്ത നല്ല കട്ടി തൈര് വേണം. പിന്നെ ഹോൾ സ്പൈസസിൽ ഒരു 10 കുരുമുളക്, 2 തക്കോലം, 8 ഏലക്ക, 8 ഗ്രാമ്പു, 2 ഇഞ്ച് വലുപ്പത്തിൽ ഒരു കഷ്ണം പട്ടയും 2 ബേ ലീഫും വേണം. പിന്നെ ആവശ്യത്തിന് റൈസിൻസും കാഷ്യൂനട്ട്സും വേണം. കൂടെ തന്നെ മല്ലിയിലയും പുതിനയിലയും വേണം. മല്ലിയിലയും പുതിനയിലയും ഈ ഒരു റെസിപ്പിയിൽ സ്കിപ്പ് ചെയ്യരുത്. ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കണം. അതിനായിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലോട്ട് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് ആവശ്യത്തിന് വെള്ളവും ചേർത്ത്, ആവശ്യത്തിന് വെള്ളം എന്ന് പറയുമ്പോൾ ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. പച്ചമുളകിൻ്റെയൊക്കെ അളവ് എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ ഇഞ്ചിയെക്കാട്ടിലും എപ്പോഴും വെളുത്തുള്ളിയുടെ അളവ് ഇച്ചിരി കൂടുതൽ വേണം. അതായത് 1 ടീസ്പൂൺ ജിഞ്ചർ പേസ്റ്റ് ആണെങ്കിൽ 1.5 ടീസ്പൂൺ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ അതാ ഇവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇതേ ജാറിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയിലയും 1 ടേബിൾ സ്പൂൺ പുതിനയിലയും ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കാം. അപ്പോൾ തൈരും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ദാ ഇവിടെ മല്ലിയിലയും പുതിനയുടെ ഇലയും കുറച്ച് തൈരും കൂടെ ചേർത്ത് നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പനീറിലേക്കുള്ള മാരിനേഷൻ തയ്യാറാക്കാം. ഇത് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുള്ള പനീറാണ്. പനീറിലോട്ട് നമ്മളിപ്പോൾ അരച്ച് വെച്ചിരിക്കുന്ന പുതിനയുടെയും മല്ലിയിലയുടെയും പേസ്റ്റ് ചേർക്കാം. ഇതിലോട്ടിനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകിൻ്റെ പേസ്റ്റ് ഒരു 2 ടേബിൾ സ്പൂൺ ചേർക്കാം. ഇതിലോട്ടിനി 1/2 കപ്പ് തൈര് ചേർക്കാം. ഈ തൈരിൽ നിന്നാണ് നമ്മൾ നേരത്തെ 1 ടേബിൾ സ്പൂൺ തൈര് മല്ലിയിലയും പുതിനയുടെ ഇലയും കൂടെ അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഇതിലോട്ടിനി ഒരു സവോള നല്ല പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ബിരിയാണി മസാല ചേർക്കാം. എപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്ന ബിരിയാണി മസാല എടുത്താൽ മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു അളവിൽ ഒരു ഐഡിയ ഉണ്ടാവും. ചില ബിരിയാണി മസാല ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 2 ടീസ്പൂൺ ചേർത്താൽ മതിയാകും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. ഏറ്റവും കൂടുതൽ സമയം ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. ബിരിയാണി ഉണ്ടാക്കുന്നതിൻ്റെ തലേന്നേ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി അരി നല്ലോണം കഴുകിയെടുക്കണം. ആ വെള്ളമൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് വരുന്നത് വരെ നല്ലോണം കഴുകിയെടുക്കണം. ഞാനിവിടെ അരി വെള്ളത്തിൽ സോക്ക് ചെയ്യുന്നൊന്നുമില്ല. അരി നല്ലോണം കഴുകിയിട്ട് ഒരു അരിപ്പയിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഈ സമയത്ത് ഞാനൊരു 8 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ശരിക്കും അരി വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കാനായിട്ടാണെങ്കിൽ 2 കപ്പിന് 4 കപ്പ് വെള്ളം ധാരാളം മതിയാകും. ഞാനിവിടെ അരി വേവിച്ചിട്ട് എക്സ്ട്രാ വെള്ളം ഡ്രെയിൻ ചെയ്ത് കളയുകയാണ്.
അരി വെന്തുടഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് 8 കപ്പ് വെള്ളം വെക്കുന്നത്. വെള്ളം കുറച്ച് കൂടിയാലും സാരമില്ല, ഒട്ടും കുറഞ്ഞു പോവരുത്. വെള്ളം കുറഞ്ഞു പോയാൽ അരിയിൽ വെള്ളം കിട്ടാനും ഒത്തിരി അങ്ങ് കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി വെള്ളം കുറഞ്ഞു പോയിന്ന് തോന്നുവാണെങ്കിൽ തിളപ്പിച്ച വെള്ളം, നല്ല ചൂടുള്ള തിളപ്പിച്ച വെള്ളം ചേർത്താൽ മതി. അപ്പോൾ ഇവിടെ വെള്ളം നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഹോൾ സ്പൈസസ് ചേർക്കാം. ആദ്യമായിട്ട് തക്കോലവും കുരുമുളകും ചേർക്കാം. 4 ഏലക്ക ചേർക്കാം. 4 ഗ്രാമ്പു ചേർക്കാം. 1 കഷ്ണം പട്ട ചേർക്കാം. 2 ബിരിയാണി ഇല അഥവാ ബേ ലീഫ് ചേർക്കാം. വെള്ളം നല്ലോണം തിളയ്ക്കണം. തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ചേർക്കാം. ഇതിലോട്ടിനി 1 ടീസ്പൂൺ നെയ്യ് ചേർക്കാം. റൈസിന് ഒരു എക്സ്ട്രാ ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അരി അടച്ചു വെച്ച് വേവിക്കേണ്ട കാര്യമില്ല. ഇനി അരി ഒരു പകുതി വേവാകുമ്പോൾ ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർത്ത് കൊടുത്താൽ മതി. ഇനി അരി ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായിട്ടുള്ള ഫ്രൈഡ് ഓണിയൻസ് തയ്യാറാക്കാം. കൂടെ തന്നെ റൈസിൻസും കാഷ്യൂനട്ട്സും ഒന്ന് വറുത്തെടുക്കാം. ഞാനിവിടെ നെയ്യിലാണ് റൈസിൻസും കാഷ്യൂനട്ട്സും ഫ്രൈ ചെയ്യുന്നത്. എന്നിട്ട് ഈ നെയ്യിലോട്ട് കുറച്ച് ഓയിൽ ആഡ് ചെയ്തിട്ടാണ് സവോള വറുത്തെടുക്കുന്നത്. അപ്പോൾ ദാ ഇവിടെ കാഷ്യൂനട്ട്സും റൈസിൻസും ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സവോള നല്ല ഗോൾഡൻ കളർ ആകുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ദാ ഇവിടെ ബിരിയാണി റൈസ് ഒരു 3/4 പരുവം വെന്തിട്ടുണ്ട്. ഇതിലോട്ടിനി ആവശ്യത്തിന് ഉപ്പും 1 നാരങ്ങയുടെ നീരും ചേർക്കാം. റൈസ് ഒരു പകുതി വേവുമ്പോൾ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും നാരങ്ങാനീരും ചേർക്കാവുന്നതാണ്. നമ്മൾ ഈ ബിരിയാണി ഒത്തിരി നേരം ദമ്മൊന്നും ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അരി ആവശ്യത്തിന് വേവണം, എന്നാൽ വെന്തുടഞ്ഞു പോവാനും പാടില്ല. അപ്പോൾ ദാ ഇവിടെ ബിരിയാണി റൈസൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളമൊക്കെ പോകാനായിട്ട് ഒരു സ്ട്രെയിനറിലോട്ട് മാറ്റാം. ഇത് നമ്മൾ എക്സസ് വെള്ളത്തിൽ വേവിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ വെള്ളം കെട്ടാനോ അല്ലെങ്കിൽ കുഴഞ്ഞു പോകാനോ ഒന്നും ചാൻസ് ഇല്ല. ഇനി എങ്ങാനും വെള്ളം കുറവാണെന്ന് തോന്നുവാണെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ചേർത്ത് കൊടുത്താൽ മതി. തണുത്ത വെള്ളം ചേർത്താൽ അരി വെള്ളം കെട്ടി കുഴഞ്ഞു പോവും. അതുകൊണ്ട് ഒരിക്കലും തണുത്ത വെള്ളം ചേർക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പനീർ ബിരിയാണിക്കുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് അടിക്ക് കട്ടിയുള്ളൊരു പാൻ എടുക്കാം. പാൻ ഒന്ന് ചൂടായി വരുമ്പോൾ സവോള വറുത്തെടുത്തിട്ടുള്ള എണ്ണ ചേർക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലോട്ട് 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം. സവോള വറുത്തെടുത്ത എണ്ണ യൂസ് ചെയ്യുമ്പോൾ ബിരിയാണിക്ക് ഒരു എക്സ്ട്രാ ഫ്ലേവർ കിട്ടും. ഇനി എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 കഷ്ണം പട്ടയും ചേർക്കാം. ഇതിലോട്ടിനി 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് അരച്ചത് ചേർക്കാം. ഇനി ഇത് എണ്ണയ്ക്കിടുന്ന് നന്നായിട്ടൊന്ന് മൂത്ത് പച്ചപ്പൊക്കെ മാറി വരണം. അപ്പോൾ ഇവിടെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെയൊക്കെ പച്ചപ്പ് നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇതിലോട്ടിനി വറുത്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. ഞാനിതിലോട്ട് ഒരു കൈപ്പിടിക്ക് സവോള വറുത്തതാണ് ചേർക്കുന്നത്. ഏകദേശം ഒരു 1/4 കപ്പ് വരും. ഇതിലോട്ടിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർക്കാം. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ ചേർത്ത് നല്ലോണം വരട്ടിയെടുക്കണം. വരട്ടി ആ മസാലയുടെ പച്ചപ്പൊക്കെ ഒന്ന് മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം. ഇത് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ്. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അതെന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഇതിൽ എരിവിൻ്റെയും ഉപ്പിൻ്റെയും ബിരിയാണി മസാലയുടെയൊക്കെ അളവ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ദാ ഇവിടെ ബിരിയാണിക്കുള്ള പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. മസാലയുടെ ആ പച്ചപ്പൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് പാനിൽ നിന്നൊക്കെ വിട്ട് വരുന്ന ആ ഒരു പരുവം എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലുള്ള ബിരിയാണിയൊക്കെ ഇഷ്ടമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ടിനി ഒരു 2 ടീസ്പൂൺ കസൂരി മേത്തി കൂടി ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ ചേർക്കുന്നില്ല. കസൂരി മേത്തി ചേർക്കുവാണെങ്കിൽ ബിരിയാണിക്ക് ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കസൂരി മേത്തി ചേർക്കാം, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, സ്കിപ്പ് ചെയ്യാം. ഇനി ഫ്ലെയിം നല്ലോണം ലോ ആക്കണം. എന്നിട്ട് പാനിൽ പനീർ ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. ഇതിലോട്ടിനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബിരിയാണി റൈസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ റൈസൊക്കെ പെർഫെക്റ്റ് ആയിട്ടാണ് വെന്ത് വന്നിരിക്കുന്നത്. കട്ട പിടിക്കാതെ കുഴഞ്ഞു പോവാതെ നല്ല ഫ്ലഫി ആയിട്ട് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2 കപ്പ് റൈസിൻ്റെ ബിരിയാണിയാണ്. അതുകൊണ്ട് തന്നെ 2 ലെയർ ധാരാളം മതിയാകും.
നിങ്ങൾ ഇനി ക്വാണ്ടിറ്റി കൂടുതലാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ആദ്യം റൈസിൻ്റെ ലെയർ ചെയ്യാം, അതിലോട്ട് പനീറിൻ്റെ മസാല സ്റ്റഫ് ചെയ്യാം, വീണ്ടും റൈസിൻ്റെ ലെയർ, വീണ്ടും പനീറിൻ്റെ ലെയർ, അങ്ങനെയും ചെയ്യാം. ഇങ്ങനെ ആവുമ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. വേറെ പാനൊന്നും മാറ്റണ്ട. പനീർ മസാല തയ്യാറാക്കിയ പാനിൽ തന്നെ നമുക്ക് റൈസും ലെയർ ചെയ്തെടുക്കാം. ഇതിലോട്ടിനി നല്ല ഫൈനായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന പുതിനയും മല്ലിയിലയും ചേർക്കാം. നെയ്യിൽ വറുത്ത് വെച്ചിരിക്കുന്ന ഗോൾഡൻ റൈസിൻസും കാഷ്യൂനട്ട്സും ചേർക്കാം. ഫ്രൈഡ് ഓണിയൻസ് ചേർക്കാം. ഇതിലോട്ടിനി ഒരു നുള്ളു ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനിയത്തെ സ്റ്റെപ്പ് തികച്ചും ഓപ്ഷണലാണ്. നെയ്യുടെ ആ ഒരു ഫ്ലേവറും ആ മണമൊക്കെ ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ മാത്രം 1 ടീസ്പൂൺ നെയ്യ് നമുക്ക് ഇതിന് മുകളിലൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലോണം അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് ഏറ്റവും ലോ ഫ്ലെയിമിൽ ദം ചെയ്തെടുക്കാം. ഡയറക്റ്റ് ഫ്ലെയിമിലായതുകൊണ്ട് തന്നെ ഒരിക്കലും 5 മിനിറ്റിൽ കൂടരുത്. ലോ ഫ്ലെയിം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ചെറിയ ബർണറിൻ്റെ ലോ ഫ്ലെയിമാണ്. അല്ല, നിങ്ങൾക്ക് ആവശ്യത്തിന് സമയമുണ്ടെങ്കിൽ ഒരു ദോശക്കല്ല് ചൂടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ വെച്ച് സാധാരണ നമ്മൾ ദം ചെയ്തെടുക്കുന്നത് പോലെ ചെയ്തെടുത്താലും മതി. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബിരിയാണി ഇവിടെ തയ്യാറായിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സമയമുണ്ടെങ്കിൽ ബിരിയാണി എപ്പോഴും കുറച്ചൊന്ന് തണുത്തിട്ട് എടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ അരിയൊന്നും പൊട്ടാതെ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വരും. അപ്പോൾ ഇന്നത്തെ ഈ പനീർ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയായിട്ട് ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടെ തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പിയുമായി മറ്റൊരു വ്ലോഗിലൂടെ കാണാം. ടിൽ ദെൻ, ടേക്ക് കെയർ ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ് റെസിപ്പീസ് റീകുക്ഡ്.